മാരിവില്ലിൽ ഗോപുരങ്ങൾ വെണ്ണിലാവാൻ മച്ചകങ്ങൾ. എന്താണ് നിന്റെ പേര്? കേൾക്കാൻ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. പിള്ളേച്ചാ 10-17 കൊല്ലം മേലെ സർവീസിലേക്ക് വന്നിട്ട് ഒറ്റ പറയടാ. മീശ മാധവനല്ലേ? നാളെ വരുമ്പോഴത്തേക്ക് മീശ പഠിച്ചിട്ട് പറയണം കേട്ടോടാ. ക്ലീൻ ഷേവ് കൊള്ളാലയും പൊളിയായിരുന്നു. ഇപ്പോഴുള്ള മലയാള സിനിമയിൽ പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ പഴയ നല്ല കിടിഞ്ഞ മൂവികളുണ്ടല്ലോ, നല്ല ഹിറ്റടിച്ച മൂവികൾ, അതിൽ പഴയ പാട്ടുകളൊക്കെ ഇപ്പോഴും പുതിയ സിനിമകളിലൊക്കെ എടുത്ത് അവർ ഇടുന്നുണ്ട്. അത് പുതിയ തലമുറകൾ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യൂത്ത് തലമുറക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ ഇരുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് ഇഷ്ടപ്പെടുന്നു. അതിൽ ഒരു പാട്ടുണ്ട്, നമ്മുടെ സമ്മർ ഇൻ ബർത്ത്ഡേ, അതിൽ നമ്മളെ നല്ല ഹിറ്റടിച്ചൊരു പാട്ടുണ്ട്. വളരെ നന്നായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. നമ്മളെ സുരേഷ് ഗോപി ചേട്ടനെ പോലെ ഇങ്ങനെ വളരെ നല്ല സിനിമയായിരുന്നു. എല്ലാവരും ഈ കുടുംബചിത്രം വന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് സാലൂട്ട്. ഓക്കെ, കുഴപ്പമില്ല, ആവറേജ്. ഫാമിലിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ. തമാശ ഉണ്ട്, ആവറേജ്. ഇന്ദ്രിയത്തിന് കുഴപ്പമില്ല, കൊള്ളാം ആവശ്യം. കുഴപ്പമില്ല, അവൻ നല്ല സ്നേഹം തന്നെയായിരുന്നു. സോങ്സ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഫാമിലിയായിട്ട് ഒന്ന് കാണാൻ പറ്റിയത് തന്നെ സിനിമ. ഞാൻ പ്രതീക്ഷിച്ചില്ല പടം കൊള്ളാം, ഇത്രയും നന്നാവുമെന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ഇന്ദ്രിയത്തിൻ്റെ പടമായിരുന്നുകൊണ്ട് കൊള്ളാം, നല്ല പടമായിരുന്നു. ഫാമിലിയൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ട പടത്തിനെ കാട്ടി നേരത്തെ കണ്ടത് കുറച്ച് ബോറായിരുന്നു. പക്ഷേ ഈ പടം അതിനെക്കാട്ടി നല്ല പടം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പേര് വരാത്തത്. എന്തായാലും എൻ്റെ ഈ റിവ്യൂ അറിഞ്ഞ് എല്ലാവരും വന്ന് കണ്ട് നല്ലൊരു സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ ഇന്ദ്രിയേട്ടൻ പറഞ്ഞ പോലെ 100 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കണം. കാര്യം എല്ലാവരും വന്ന് കണ്ടാലേ പറ്റുള്ളൂ. കാര്യം അറിഞ്ഞു വരണം. ഈ ഒരു റിവ്യൂ കൊണ്ട് എല്ലാവരും അറിഞ്ഞു വരണം. കാര്യം നല്ല മൂവി, നേരത്തെ കണ്ടാലും കാട്ടി നല്ല മൂവി. സെറ്റായിരുന്നു ഇന്ദ്രേട്ടൻ. നല്ല കോമഡിയും നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. കുറേ നാൾക്ക് ശേഷം ഇന്ദ്രേട്ടൻ വന്ന് പ്രതീക്ഷയുണ്ട് കാണാൻ പറ്റിയ നല്ല മൂവി. കുറ്റം പറയാനായിട്ടൊന്നുമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. പറഞ്ഞു വെക്കുന്നത് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പുള്ളിക്ക് ഒരു സിനിമയിൽ ഒരു സ്ക്രിപ്റ്റ് കൊടുത്ത് നല്ലൊരു മൂവി ഇറക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ പിന്നെ പുള്ളി ഒരു സീരിയലിൽ അങ്ങനെ ഒരു സംഭവമായിട്ട് പോയി. അങ്ങനെ അവസാനം നല്ലൊരു അനിയനുണ്ട്, പിന്നെ വൈഫുണ്ട്, എല്ലാവരുമായിട്ട് നല്ലൊരു കോംബോ ആണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊരു ത്രില്ല് കാണത്തില്ല. എന്നാൽ നല്ല മൂവിയായിരുന്നു, സെറ്റായിരുന്നു. പടം വലിയ കുഴപ്പമൊന്നുമില്ല, കാണാൻ വലിയ ഒന്നുമില്ല. പിന്നെ ചെറിയ സിറ്റുവേഷനുകളിലൊന്നും കുഴപ്പമില്ലാതെ പോയി. ഇന്ദ്രിയത് കുറച്ച് ബ്രാക്കിന് ശേഷം വന്നാണെങ്കിലും കൊള്ളാം. കോമഡി ആയിട്ടില്ല, ചെറുതായിട്ട് ചിരിക്കാനുള്ളതുണ്ട്. ഫാമിലി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പടം തന്നെ. അതൊരു സാധാരണക്കാരൻ്റെ ജീവിതശൈലിയെക്കുറിച്ച് ഉള്ളൊരു കഥ തന്നെ.